കണ്ണൂർ ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ UP വിഭാഗത്തിൽ കഥാപ്രസംഗത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ മോളാണ് ഇപ്പോൾ ട്രൂ മീഡിയ കേരളയോടൊപ്പം ചേരാൻ വേണ്ടി പോകുന്നത്. എന്താണ് മോളെ പേര്? അൻവിക. ഏതാണ് സ്കൂള്? പരിക്കളം ശാരദാവിലാസം സ്കൂൾ പരിക്കളം. അപ്പോൾ ഞാൻ മോളെ കഴിഞ്ഞ ദിവസവും ഇന്റർവ്യൂ ചെയ്തിരുന്നു. UP വിഭാഗം നാടക മത്സരത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട മോള് കൂടിയാണ്. അപ്പൊ കഥാപ്രസംഗത്തിൽ ഇന്ന് ഫസ്റ്റ് നേടി അല്ലേ? അടിപൊളിയാണ്. എത്ര ദിവസം കൊണ്ടാണ് പഠിച്ചെടുത്തത്? 2-3 ദിവസം കൊണ്ടാണ് 2 ദിവസം കൊണ്ട് പഠിച്ചത്. പക്ഷെ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടാണ്. ആരാ പഠിപ്പിച്ചത്? ക്ലിയർ ഇങ്ങനെ കറക്റ്റ് ആക്കി തന്നൊക്കെ സ്കൂളിലെ ഏജന ടീച്ചർ, ഇന്ദിര ടീച്ചർ, അനില ടീച്ചർ, അങ്ങനെ അധ്യാപകർ പഠിപ്പിച്ചാണ്. പുറത്തുനിന്ന് വേറെ ആരും വന്ന് പഠിപ്പിച്ചൊന്നുമല്ല? ഇല്ല. ഏതായിരുന്നു വിഷയം? ഹിരോഷിമ, നാഗസാക്കി. ഈ രണ്ട് സ്ഥലങ്ങളും എന്താണെന്ന് അറിയോ? യുദ്ധം നടന്ന അല്ലെ അനുഭവമൊക്കെ ഇട്ട് സഡാക്കോ സസാക്കിന്റെ ഒരു കൊക്കുകൾ ഉണ്ടാക്കി അവള് മരിച്ച് അവര് വീഴുന്നൊക്കെ കഥാപ്രസംഗം. അപ്പൊ നമ്മുടെ ട്രൂ മീഡിയയിലെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് മോള കഥാപ്രസംഗത്തിന്റെ കുറച്ച് ഭാഗം ഓക്കെ. കൂട്ടുകാരെ, അണുബോംബിന്റെ അതിഭീകരമായ പൊട്ടിത്തെറിയിൽ മരിച്ചും മരിക്കാതെയും നരകയാതന അനുഭവിച്ച് രക്തസാക്ഷികളായി തീർന്ന ഹതഭാഗ്യരുടെ സ്മരണയ്ക്ക് മുമ്പിൽ 1000 പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ കഥ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കട്ടെ. ഈ കഥയുടെ പേരാണ് 1000 കൊക്കുകളും ഒരു ശാന്തിപ്രാവും. അതെ, അണുബോംബ് എന്ന രാക്ഷസിന്റെ കഥ, ആ രാക്ഷസിനെ തുറന്നുവിട്ട മനുഷ്യ മൃഗങ്ങളുടെ കഥ. അതാണ് 1000 കൊക്കുകളുടെ കഥ, അല്ല 1000 സ്വപ്നങ്ങൾ ഞെരിഞ്ഞമർന്ന കഥ. കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയെ ഹിരോഷിമ നഗരത്തിലേക്ക് ക്ഷണിക്കട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ഹിരോഷിമയിൽ നടന്ന ആ കഥയിലേക്ക്. ഗംഭീരം. അപ്പോൾ കഥാപ്രസംഗത്തിൽ UP വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ മോളാണ് ഇത്രയും നേരം ട്രൂ മീഡിയയുടെ കൂടെ ഉണ്ടായിരുന്നത്. മോളുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ മോൾക്ക് എല്ലാവിധ ആശംസകളും ട്രൂ മീഡിയ കേരള നേരുകയാണ്. ഇനി ജില്ലയിലൊക്കെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് നടത്താൻ വേണ്ടി സാധിക്കട്ടെ. നമ്മുടെ കഥാപ്രസംഗത്തിലും ഇനി ഏറെ ഏതൊക്കെ ഐറ്റങ്ങളുള്ള 8 ഐറ്റം ഉണ്ട്. എത്ര ഐറ്റം കഴിഞ്ഞു? ഇപ്പൊ 4 കഴിഞ്ഞു. ഇനി 4 ഉണ്ട്. അപ്പൊ 4 കഴിഞ്ഞു. ഇനി 4 ഉണ്ട്. അപ്പൊ എല്ലാ ഇനി നടക്കാൻ പോകുന്ന മത്സരത്തിലും ഒക്കെ നല്ല മികച്ച മിന്നും പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ട്രൂ മീഡിയ കേരള ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ.